തെരുവ് നായ്ക്കളെക്കുറിച്ച് ഭീതിപ്പെടുത്തുന്ന ദൈനംദിന വാർത്തകൾക്കിടെ വ്യത്യസ്തമായൊരു കാഴ്ച കാണാം. കൊച്ചി ഏരൂരിൽ ഒരു നായയുടെ ഓർമ്മയ്ക്കായി പ്രതിമയുണ്ടാക്കിയിരിക്കുകയാണ് പ്രദേശവാസികൾ. നായകളുടെ വിശ്വസതയെ പറ്റി പറയുമ്പോൾ ഏറ്റവും അധികം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള കഥ ജപ്പാനിലെ ടോക്കിയോയിലെ ഹാച്ചിക്കോയാണ്. അതൊരു കഥയല്ല, അതൊരു റിയൽ സ്റ്റോറിയാണ്. യജമാനൻ പോയത് കാത്ത് അദ്ദേഹം മരിച്ചു പോയതറിയാതെ റെയിൽവേ സ്റ്റേഷനിൽ 9 വർഷം കാത്തിരുന്ന ഹാച്ചിക്കോയുടെ പേരിൽ അവിടെയുള്ള ഒരു വലിയ ബ്രൗൺസ് പ്രതിമയാണ് ആ നാട്ടുകാർ സ്ഥാപിക്കുകയും ആ നഗരം ഇപ്പോൾ ഹാച്ചിക്കോ ടൗൺ എന്നും അറിയപ്പെടുന്നു. ഇവിടെ കൊച്ചിയിലുമുണ്ട് അങ്ങനെ ഒരു ചെറിയ ഗ്രാമം, ഈ എൽദോയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു ചെറിയ ഗ്രാമം. യാദൃശ്ചികമായി വന്നുപെട്ട ഒരു നായ നാട്ടുകാരുടെ പ്രിയങ്കരനായി. എൽദോ എന്നായിരുന്നു നാട്ടുകാർ അവനിട്ട പേര്. അതായത് 2011 എൽദോനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. അതായത് ആരോ ഈ നിൽക്കുന്ന മരത്തിന്റെ ചോട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. ഇതിനെ കിട്ടുമ്പോൾ ഒരു 6 മാസം പ്രായമുള്ളൂ. പൊറോട്ട, മുട്ട, പുട്ട്, പാല് ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിച്ചാണ് വലുതായത്. അങ്ങനെ പെട്ടെന്ന് വലുതായ എല്ലാവരോട് ഭയങ്കര ഇണങ്ങി. എൽദോ എന്ന പേരിന് പിന്നിലുമുണ്ട് ഒരു കഥ. നമ്മുടെ ഒരു സിനിമ ഉണ്ടല്ലോ, ഈ ജനാർദ്ദന് നിന്നെ സിനിമയിൽ എടുത്തിടാന്ന് പറഞ്ഞു. അതെ, എനിക്കപ്പം അങ്ങനെ തോന്നി ഞാൻ അങ്ങനെ പേരിട്ട്. അതാ പേര് ഫേമസ് ആയി. നല്ല വീട്ടിലേക്ക് വെച്ച് നല്ല സന്തോഷത്തോടെ തന്നെ ഇട്ടത്. അടുത്ത ബേക്കറി കടയിലെ പാൽ കേക്കാണ് പ്രിയ ഭക്ഷണം. അങ്ങനെ ആ കേക്കിന് എൽദോ കേക്ക് എന്ന് പേരും വീണു. ഇവനെ കാണുമ്പോഴത്തേക്കും ഇവന് എന്താ കഴിക്കണേന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും ഞാൻ പറയും ഈ ബിസ്ക്കറ്റ് കൊടുത്താൽ അവൻ കഴിച്ചോളൂ എന്ന് പറയും. അത് ഒന്ന് മേടിച്ച അങ്ങനെ ആ പേരെങ്ങനെ ആയിപ്പോയതാ, ആയിപ്പോയതാ. അപ്രതീക്ഷിത വേർപാടോടെ അവന്റെ ഓർമ്മകളെ ചേർത്ത് പിടിക്കാൻ നാട്ടുകാർ ഒരു പ്രതിമ സ്ഥാപിച്ചു. ടെറാക്കോട്ടയിലാണ് പ്രതിമ നിർമ്മിച്ചത്. ശരീരത്തിലെ പൊള്ളലേറ്റ ആ പാടായിരുന്നു അവന്റെ ഐഡന്റിറ്റി. ഇത് ഇത്തിരി റിസ്കിയാണ്. 4 കാലിൽ നിർത്താനുള്ള ടെറാക്കോട്ടയുടെ വർക്കിന്റെ പൂർണ്ണമായിട്ടും സോളിഡായിട്ട് കാല് ചെയ്തു. പിന്നെ ഉള്ളിലെ ഭാഗം ബോഡി വരുമ്പോൾ ഹോളമാണ്. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. വളരെ സിമിലറിറ്റി ഭയങ്കരമാണെന്ന് എല്ലാവരും കാണുന്നവർ വളരെ നന്നായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. വർക്കായാലും രസമായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദ്രശാലിയല്ല, പുള്ളിയുടെ കിടപ്പ് സ്ഥലമാണ് ഇവിടെ സ്ഥിരം. അവരെല്ലാവരും സ്നേഹിക്കുന്നു, അവനതുപോലെ സ്നേഹം അങ്ങോട്ട് കൊടുക്കുന്നു. പുള്ളി പിള്ളേരോടാണ് കൂടുതലും. ഏരൂർ കൊഴിവെട്ടുംവെളി ബസ് സ്റ്റോപ്പിനടുത്തായി എൽദോയുടെ ഓർമ്മകൾ ഇനിയും തുടരും. എൽദോനെ 15 വർഷമാണ് ഇവിടുത്തുകാർ സ്വന്തം മകനെ പോലെ വളർത്തി പരിപാലിച്ചത്. ഈ നാട്ടുകാരുടെ കണ്ണിലെ നനവ് 4 മാസമായിട്ടും ഒഴിഞ്ഞിട്ടില്ലെങ്കിൽ അവനോടുള്ള സ്നേഹത്തിന്റെ ആഴം എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാകും. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18.